ഇന്നലെ ബർദുബായിൽ US കോൺസുലേറ്റിന് നേരെ നടന്നിട്ടുള്ള ആ ഒരു ഡ്രോൺ അറ്റംപ്റ്റ് നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടാണല്ലോ. സംഗതി ഫലപ്രദമായിട്ട് നിർവീര്യമാക്കാൻ സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും ഒരല്പം തീ പടരുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഞാൻ ഇൻ്റർനാഷണൽ ടെലിവിഷൻ ചാനൽ നോക്കുന്ന സമയത്ത് അവർ ഇക്കാര്യത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുന്ന വീഡിയോ ശ്രദ്ധിച്ചു. ആ വീഡിയോയുടെ കൂടെ ഉണ്ടായിരുന്ന ശബ്ദം മലയാളത്തിലായിരുന്നു. ഏതോ മലയാളികൾ ഫോണിലെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇൻ്റർനാഷണൽ ചാനലുകൾ പോലും ലൈവായിട്ട് എയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് UAE ഗവൺമെൻറ് നമ്മൾ ഈ രാജ്യത്ത് കഴിയുന്ന മലയാളികളെയും പ്രത്യേകം ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളുടെ കൺമുന്നിൽ നടന്നേക്കാം. ആ സമയത്ത് ഒരു മിസൈൽ വരുന്നതോ ആ മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതോ അത് കഴിഞ്ഞ് നിർവീര്യമായിട്ട് താഴേക്ക് പതിക്കുന്നതോ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ ചാനലിലൂടെയും എല്ലാം എയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ കൂടിയല്ലേ നമ്മൾ അപകടത്തിലാക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ ടിക്ടോക്കിലോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാ ദേശസുരക്ഷയെ ബാധിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവുക. സത്യത്തിൽ ഈ നാടിനെ ആക്രമിക്കുന്ന ശത്രു, ആ ശത്രു ആരായാലും അയാൾക്ക് നമ്മൾ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നുള്ളത്. അയാൾ ആക്രമിക്കാൻ വരുന്ന ആ ടാർഗറ്റിൻ്റെ പ്രകൃതം, അവിടുത്തെ എൻട്രൻസ്, എക്സിറ്റ്, എത്ര പേരവിടെ കൂടിയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസുമാണ് ഒരു ചെറിയ 2 സെക്കൻഡ് വീഡിയോയിലൂടെ ഒരുപക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാകുന്ന സമയത്ത് അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ വലിയ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, ജീവാപായം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കൂടിയല്ലേ അതിന് ഉത്തരവാദികൾ. ഇത് ഇനി കേസാവുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, 2 വർഷത്തെ തടവ് ശിക്ഷ. തീരുന്നില്ല, 2 ലക്ഷം ദിർഹം, അതായത് നാട്ടിലെ കണക്കിലാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ. കേസ് ഏതാ? ദേശസുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി. അതിനൊക്കെ നിൽക്കണോ? ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക.